നമസ്കാരം, തടൈ ന്യൂസിലേക്ക് സ്വാഗതം. വില കൂടിയ ഫോണുകളും ലാപ്ടോപ്പുകളുമൊക്കെ വേഗത്തിൽ സ്വന്തമാക്കാനുള്ള ഒരു വഴിയാണ് EMI. എന്നാൽ സാധാരണക്കാരന് സൗഭാഗ്യമെന്ന് വിചാരിക്കുന്ന ഈ സിസ്റ്റം ഇപ്പോൾ കമ്പനികൾക്ക് വലിയ തലവേദനയായിരിക്കുകയാണ്. വായ്പ നൽകി വാങ്ങിയ ഫോണിന്റെയോ ലാപ്ടോപ്പിന്റെയോ EMI മുടങ്ങിയാൽ ഇനി വായ്പ നൽകിയ സ്ഥാപനത്തിന് വ്യക്തികളുടെ ഫോണുകൾ ഭാഗികമായി ലോക്ക് ചെയ്യാൻ സാധിക്കും. 2027 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ സംവിധാനത്തിനുള്ള ചട്ടം ഇക്കഴിഞ്ഞ ദിവസം RBI പുറത്തിറക്കിയിരുന്നു. മുൻപ് പല വായ്പാ സ്ഥാപനങ്ങളും ഭാഗികമായി ഈ രീതി നടപ്പിലാക്കിയിരുന്നുവെങ്കിലും ചട്ടം വരുന്നത് ഉപയോക്താക്കളെ കൂടുതൽ അപകടത്തിലാക്കും. വ്യക്തികളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്നുകയറാൻ അധികാരം നൽകുന്ന ഈ നിയമം ആശങ്കയും വർദ്ധിപ്പിക്കുന്നുണ്ട്. ലോൺ ലഭിക്കാനായി ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആപ്പുകളിലൂടെയാണ് ഫോണുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. എന്നാൽ വായ്പ മുടങ്ങി 30 ദിവസമായാൽ സ്ഥാപനങ്ങൾക്ക് ഈ നടപടിയൊട്ട് സ്വീകരിക്കാനും സാധിക്കില്ല. ഔട്ട് ഗോയിങ് കോളുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ പാടില്ലെന്ന ചട്ടം നിർദ്ദേശിക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഫോണിൽ നിന്ന് കോൾ ചെയ്യുന്നത് എത്രത്തോളം സുരക്ഷിതമായിരിക്കുമെന്ന് ഉറപ്പു പറയാനും കഴിയില്ല. ഫോൺ ലോക്ക് ചെയ്യുന്നതിന് മുൻപ് ഉപയോക്താവിന് നോട്ടീസ് നൽകിയിരിക്കണമെന്ന് ചട്ടം നിഷ്കർഷിക്കുന്നുണ്ട്. ഫോൺ ലോക്ക് ചെയ്യുമെന്ന് മുൻകൂട്ടി അറിയിപ്പ് നൽകിയിട്ടുള്ള വായ്പാ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഈ നടപടി സ്വീകരിക്കാനും അധികാരമുള്ളൂ. വായ്പാ കുടിശ്ശിക അടവ് പൂർത്തിയാക്കിയാൽ ഉടൻ ഫോൺ അൺലോക്ക് ചെയ്ത് നൽകണം. ഇതിന് വീഴ്ച വരുത്തിയാൽ സ്ഥാപനം ഉപയോക്താവിന് ഓരോ മണിക്കൂറിനും 250 രൂപ വീതം നഷ്ടപരിഹാരം നൽകണം. ലോക്ക് ചെയ്ത ഫോണിലെ വിവരങ്ങൾ ഉപയോഗിക്കാൻ കമ്പനികൾക്ക് യാതൊരു അധികാരവുമില്ല. ഡിജിറ്റൽ തട്ടിപ്പുകൾക്ക് വളം വെക്കുന്ന പുതിയ ചട്ടത്തിനെതിരെ എതിർപ്പുകളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്.